എലവഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ നടത്തിയെന്ന് പറയുന്ന അഴിമതിക്കെതിരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അരവിന്ദ് അധ്യക്ഷനായി. CC സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വർഷങ്ങളോളം 7 വർഷത്തോളം CDS ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി 1,20,00,000 രൂപയുടെ ക്രമക്കേട് നടത്തുമെന്ന് വിശ്വസിക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളൊന്നും വിഡ്ഢികളല്ല. നിങ്ങളുടെ പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. പഴയടക്കതയെന്ന് ചീട്ടെഴുതി വാങ്ങുന്നത് പോലെയല്ലേ നിങ്ങളുടെ ആളുകൾ അഴിമതി നടത്തിയിട്ടുള്ളത്. ഞാൻ അവിടെ വരുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് എന്താ എലവഞ്ചേരിയിലെ വിഷയം എന്ന് ചോദിച്ചപ്പോ ചെറിയൊരു കണക്ക് കൊണ്ടുവന്നു. വളരെ ചെറിയ നമ്മുടെ കടയില് സാധനങ്ങൾ വാങ്ങിയ ബില്ല് കിട്ടുന്ന പോലെ എന്താണ് റിവോൾവിംഗ് ഫണ്ട് 14 ലക്ഷം തട്ടിപ്പാണ്. ഇന്റർ സബ്സിഡി കുടുംബശ്രീ വായ്പ കൊടുത്തിട്ട് അവർക്ക് വായ്പ എടുത്ത ആളുകൾക്ക് കിട്ടേണ്ട സബ്സിഡിയാണ് 10 ലക്ഷം രൂപയുടെ ക്രമക്കേട്. CDSന്റെ സിറ്റിംഗ് ഫീസ് ആർക്ക് CDS മെമ്പർമാർക്ക് കൊടുക്കേണ്ട സിറ്റിംഗ് ഫീസിൽ ക്രമക്കേട് നടത്തി 2.5 ലക്ഷം രൂപ പറ്റി. എത്ര വൃത്തികെട്ടന്മാർ ഈ ലോകത്ത് വേറായിരിക്കുന്നുണ്ടോ? സിറ്റിംഗ് ഫീസ് തട്ടിപ്പറിച്ചെടുക്കുക. CMDRFന്റെ ഫണ്ട് വരും. എന്താ CMDRFന്റെ ഫണ്ട് അലോട്ട് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോവിഡ് കാലത്ത് എലവഞ്ചേരി പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 10,000 രൂപ വെച്ച് സഹായം കൊടുത്തല്ലേ? 10,000 രൂപ വെച്ച് ആര് കൊണ്ടുപോയി? ആരാ കൊണ്ടുപോയത്? CDS ചെയർപേഴ്സന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. UDF ചെയർമാൻ KR പത്മകുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. ദേവൻ, പ്രദീപ് നെന്മാറ, സുരേന്ദ്രൻ, മനു, മുകിൽ എന്നിവർ പ്രസംഗിച്ചു.